23കാരനായ സൗദി വിദ്യാർത്ഥി ഹംസ അൽബാർ അന്ന് ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല താനൊരു വലിയ കുറ്റകൃത്യം തടയാൻ പോവുകയാണെന്ന്. ബ്രിട്ടനിലെ സണ്ടർലാൻഡ് നഗരത്തിലാണ് സംഭവം. ഒരു ഇടനാഴിയിൽ വെച്ച് 42കാരനായ ഇയാൻ ഹഡ്സൺ എന്ന അക്രമി ഒരു യുവതിയെ കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഹംസയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ കാഴ്ച കണ്ടയുടൻ മറ്റൊന്നും ചിന്തിക്കാതെ ഹംസ അൽബാർ അക്രമിയെ തടയാൻ തീരുമാനിച്ചു. ഹംസ അൽബാറിന്റെ ഇടപെടൽ കണ്ടതോടെ അക്രമി ഭയന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവനെ വെറുതെ വിടാൻ ആ യുവാവ് തയ്യാറല്ലായിരുന്നു. ഓടുന്ന അക്രമിയെ ഹംസ അൽബാർ പിന്തുടർന്നു. ഒടുവിൽ അക്രമിയെ പിടികൂടി കീഴ്പ്പെടുത്തി. ഇതിനിടയിൽ ഹംസയുടെ മുഖത്ത് ശക്തമായ അടിയേൽക്കുകയും ചെയ്തു. അക്രമിയെ വരിഞ്ഞു മുറുക്കിയ ശേഷം വഴിയാത്രക്കാരുടെ സഹായത്തോടെ ഹംസ പോലീസിനെ വിവരമറിയിച്ചു. വൈകാതെ സണ്ടർലാൻഡ് പോലീസ് സ്ഥലത്തെത്തി ഇയാൻ ഹഡ്സനെ അറസ്റ്റ് ചെയ്തു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഒരു ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതടക്കം 8 കുറ്റകൃത്യങ്ങളിൽ ഇയാൻ ഹഡ്സൺ കുറ്റക്കാരനാണെന്ന് പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞു. കേസ് പരിഗണിച്ച ന്യൂകാസിൽ ക്രൗൺ കോടതി പ്രതിയെ അപകടകരമായ കുറ്റവാളി എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയത്. 9 വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും 5 വർഷം ഇയാൾ നിരീക്ഷണത്തിലായിരിക്കും. കൂടാതെ ലൈംഗിക കുറ്റവാളികളുടെ പട്ടികയിൽ ആജീവനാന്തം ഇയാളുടെ പേരുണ്ടാവുകയും ചെയ്യും. വിധിന്യായത്തിനിടെ ജഡ്ജി ഹംസ അൽബാറിനെ പ്രത്യേകം അഭിനന്ദിച്ചു. സ്വന്തം സുരക്ഷ പോലും നോക്കാതെ വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം തടയാൻ കാണിച്ച ആ ധീരതയാണ് യുവതിയെ രക്ഷിച്ചതെന്ന് ജഡ്ജി ഓർമ്മിപ്പിച്ചു.